എന്റെ സാറേ മാഷേ അതേത് ഇപ്പൊ ഈ ചില ഓഫീസർമാർക്ക് എല്ലാ കാര്യങ്ങളും നടത്തും നമ്മളെ പോലെയുള്ള വേണമെന്നാ പറയുന്നത്. അവര് പറയുന്നു പിന്നെ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റും. അയ്യോ മാഷിന്റെ വിശ്വാസത്തിന്റെ മാഷ് മാഷ് ഇത്ര ഭാഗത്താണ്. എന്താ മാഷ് ഇങ്ങനെ ദൈവം തമ്പുരാൻ നടന്നു പോകാൻ പോലും സാധിക്കാത്ത വഴിയുണ്ടല്ല. അത് പോക്കുവരെ നടത്തിയാൽ അത് ഈ പത്തായി പാവാണ് വെറും പാവം. അതേന്ന് ചെടി നട്ടാൽ കുഴിക്കാത്ത ചതുപ്പില് 4 നില ബിൽഡിംഗ് പൊന്തിക്കാൻ ഈ പത്തായി വിചാരിക്കണം. മൂലക്കിട്ട വണ്ടി നിരത്തിലിറക്കണം. അതേന്ന് ഈ റോഡ് പണിയുന്ന ചില കോൺട്രാക്ടർമാരെ ചില ഓഫീസർമാരുമായി ബന്ധിപ്പിക്കാനും ഈ പത്തായി വേണം. ആമേ ആമേ അപ്പോ ഇരിക്കണോ സന്തോഷിക്കണോ എന്ന് പറയാൻ ഞാൻ വരട്ടെന്ന്. അയ്യോ എന്റെ സാറേ ഈ പാവം മത്ത ഇവിടെ തന്നെ ഉണ്ട്. എന്താ സാറേ നിങ്ങൾ ഇങ്ങനെ തങ്കി കൊണ്ടുന്ന വർത്താനം പറയുന്നത്? എന്റെ സാറേ അതെല്ലാം അങ്ങ് സേഫായി വെച്ചിട്ടുണ്ട്. അതെ ചില ആൾക്കാർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതെല്ലാം ഒരു അവസരത്തിന് ഒത്തിച്ച് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരൂ. അതെന്താ നിങ്ങള് എന്താ എല്ലാരോടും പറയല് ഈ ജീവോടക്കം മേലോട് എല്ലാവർക്കും പൈസ കൊടുത്താലേ നടക്കുന്നല്ലേ? അപ്പൊ എന്റെ കൊടുത്തു അത് അതെല്ലാം അങ്ങ് തരാന്നേ. സാറെന്താ കാര്യം എനിക്ക് കിട്ടാതെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മത്താനും പൈസ അങ്ങേക്ക് വരും. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല സാറേ. സാറ് ധൈര്യമായി പോരുവാ. എന്നാ ശരി ഞാൻ ചായ വാങ്ങിട്ട് ഈ സാറിന്റെ ഒരു കാര്യം ശവം എറനാക്കിപ്പട്ടിയുടെ ചെറനിക്കപ്പട്ടി തെണ്ടി ആകെ മൂട് കളഞ്ഞു. അയ്യോ മാഷേ അതിവിടെ ഒരു തമാശ പറഞ്ഞതല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ മാഷ സന്തോഷമെല്ലാം എന്റെ കീശ മറിയങ്ങ് തരണം. ഞാനതങ്ങെടുത്ത് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ആ സന്തോഷം ഇങ്ങനെ പകുത്ത് കൊടുക്കും. അവര് സന്തോഷിച്ചാലല്ലേ കാര്യം നടക്കൂ. അപ്പോ എന്നെയും ഒന്ന് സന്തോഷിപ്പിക്കണം കേട്ടാ. അതെയല്ലേ? അതെ മാഷേ പേരിനൊരു അപേക്ഷ നിങ്ങൾ അവിടെ കൊടുത്തു വെച്ചാ മാത്രം മതിയെന്നേ. ഈ മത്തായി പാവാതെ എന്ന് വെച്ച് ഞാൻ വിചാരിച്ച ചില ഉദ്യോഗസ്ഥന്മാർ വീഴും കേട്ട. ഞാനൊന്ന് വിരല് കൊടുത്താ വീഴാത്തയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടാ. എന്റെ മാഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പോലെ ഞാൻ ജീവിക്കുന്നില്ല. എന്താ കാരണം? ഇതിനെല്ലാം കാരണക്കാരാരാ? അവരെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാ. അപ്പോ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ദീർഘയുണ്ട് കേട്ടാ. അതെ ചില 2 കസ്റ്റമേഴ്സിയുടെ വന്നത് അവര് തന്നെയാണെന്നാണ് എനിക്ക് സംശയം. ഞാൻ പിന്നീട് വിളിക്കാം കേട്ടോ. സാറ് പറഞ്ഞ പോലെ ഉണ്ട് കള്ളിശ്ശേരി. അതെ മത്തായി അങ്ങനെയല്ല മധ്യസ്ഥൻ മത്തായി. അത് തന്നെ. തകര വണ്ടി റോട്ടിൽ ഇറക്കണം. ഈ പാടില്ലാത്ത സ്ഥാപനത്തിൽ ലൈസൻസ് വേണം. എന്തിന്? രേഖ വരെ മാറ്റി എഴുതണം. കൈരേഖയല്ല കേട്ടാ. ഇതിലെല്ലാം ഈ പാവം മത്തായി വിചാരിക്കണം. ആരാ എന്താ ഇതിനു മുമ്പ് കണ്ടില്ലല്ലോ. സുഹൃത്താലും ശരി ആരാലും ശരി കാര്യം മനസ്സിലാക്കണോ. ഈ മത്തായി എന്ന് ശരിക്കും നിങ്ങൾക്ക് അറിയില്ല.
അറിയണ്ടേ? മരിച്ച് സ്വർഗം പൂകിയ സക്കറിയ സാറിനെ ഉയരോടെ രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ച് തീരാധാരം തീർത്ത് രമേശൻ നാർക്ക് വിറ്റതാരാ? ഈ പാവം മൊത്തായി. നികുതി അടക്കാൻ പാടില്ല. പോക്കുവരവ് നടത്തിയത് ഈ മൊത്തായിയാ. എന്റെ കാര്യം നടന്നാല് ഞാൻ അത്ര അങ്ങനെ വഴിക്കുക. എന്റെ മാഷെ, സാറിന് അല്ല ഒരു 10 മതിയാ. പിന്നെ ഒരു കാര്യം പറയണം. സാർ അത്രയും എന്നെ വിശ്വാസമുള്ളതുകൊണ്ടാണ് എന്നെ ഈ കാര്യം ഏൽപ്പിച്ചത്. അറിയാലോ. അപ്പോ എന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഞാനൊരു പാവാതെ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോകാനാ? എങ്ങോട്ട്? ചെറുക്ക കാര്യമല്ല. ശരി, 10 ആഴ്ച ശരിക്കും അറിയില്ല. തന്നെ പോലുള്ള ആളുകളാ ഈ നാടിന്റെ ശാപം. സാധാരണക്കാരനെ നശിപ്പിച്ചേ ഇവിടെ കച്ചവടം നടന്ന തന്നെ പോലുള്ള ആളുകളാ ഈ നാടിന്റെ ശാപം. നിന്നെ പോലുള്ള ആളെ പിടിക്കാനാണ് വിജിലൻസിന്റെ കുപ്പായിട്ട് ഞങ്ങളുള്ളത്. എന്റെ കേണൽ സാറേ, ഇവരെന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു. അതന്നെ ചോദിക്കണം. ഇവനെ പോലെയുള്ള ആളുകൾക്ക് നമുക്ക് എളുപ്പത്തിൽ കാര്യം കൊടുക്കാൻ വേണ്ടി നമ്മളെ അഴിമതി നടത്തുന്നതല്ല നമ്മളെ ആരും. അത് ശരിയാ. നമ്മളെ പ്രയാസമില്ലേ? നമ്മളെ ഓഫീസിൽ നഗരിപ്പ് നാട്ടിലെ അമ്പല കമ്മിറ്റിയിലെ പ്രസിഡന്റ്, വായനശാലയിലെ സെക്രട്ടറി, എന്നിട്ടോ എന്തോ ചെറിയ കാര്യത്തിലല്ലേ 5000 രൂപ പാവത്തിനെടുക്കും കൈക്കൂലി വാങ്ങിക്കുന്നു. വിജിലൻസ് പിടിച്ച് ജയിലിൽ കിടന്നില്ലേ? ഓന്റെ കുടുംബത്തിലെ അവസ്ഥ എന്നാ? പാവങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ശ്രമിക്കാം. നമ്മളെ പോലെയുള്ള ആളുകള് ആ കുടുംബത്തിന് കാവൽ നിന്നിട്ട് അവരെ രക്ഷിച്ചത്. ഇവന്റെ എല്ലാം മോഹന കാണുന്നില്ലേ? എന്താണ് അവസ്ഥ? അവരെ പോലുള്ള ആളുകൾ നമ്മൾ ഒരു കാലത്ത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ദോഷം. ആ ചങ്ങാതി കാര്യമില്ലേ? നാടായ നാട് പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്ത വന്ന് ഫോട്ടോ എടുക്കുന്നത് അപമാനം കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും. പാടിച്ച് കഴിയും. വക്കീൽ ഫീസ് വേണം ഇത്ര കേസ് വെച്ചു. അതിന് പൈസ ഇല്ലാണ്ട് നാട്ടിൽ ഇങ്ങനെ കൈ കാട്ടി നടക്കുക. എന്നിട്ടെന്താ അവസ്ഥ? അവന്റെ മോളെ കല്യാണം തുടങ്ങി. അവരല്ലേ അവന്റെ മോളെ കല്യാണം അടക്കം തുടങ്ങിപ്പോയി. ഇവനെ പോലെയുള്ള ആർത്തി കണ്ടാലും മര്യാദയ്ക്ക് ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ പേര് നോക്കുന്നുണ്ട്. 30 കൊല്ലം അതിർത്തിയിൽ ജോലി ചെയ്തൊരു പട്ടാളക്കാരല്ല ഇവൻ. അന്നേരം കിട്ടിയിട്ട് സാറേ, അന്ന വെറുതെ വിടണം സാറേ. ആ പാവം മത്തായി അല്ല സാറേ. നിന്റെ വെറുതെ വിടാം. നിന്റെ വിടാം നേരെ ജയിലിലേക്ക്. അതിന് കുറച്ച് തെളിവ് കൂടി കിട്ടാൻ. എന്നിട്ട് നിന്റെ ഓഫീസർമാരെ നമ്മൾ ചേർക്കുന്നു. ആരൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനത് ചോദിക്കട്ടെ, എല്ലാവരും ചോദിക്കട്ടെ. ഞാനെന്തെങ്കിലും തന്നാലും എന്നെ വിടാൻ പറ്റും? നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇവിടെ ഇപ്പോ വിജിലൻസ് നമ്മുടെ ഈ ഓഫീസിൽ നിന്ന് അഴിമതിക്ക് കുറ്റം പിടിക്കുന്ന ഒരു ഏജന്റിനെ ഉദ്യോഗസ്ഥരുമാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അഴിമതി നടത്തിക്കൊടുത്ത് പിന്നെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു ഏജന്റിനെ ഇപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. വിജിലൻസ് ഒരുപാട് ദിവസങ്ങളായി ഈ ഏജന്റുമായിട്ട് ഒരു നിരീക്ഷണത്തിലാണ്. ഏജന്റുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കുറേ ദിവസങ്ങളായി വിജിലൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ ഓഫീസിൽ തന്നെ ഈ ഉദ്യോഗസ്ഥര് ഒരുപാട് പിന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ഭരണവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥര് നിരീക്ഷണത്തിലുണ്ട്. അതിൽ ചിലർ ഉടൻ തന്നെ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് വിജിലൻസ് DSP നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വിജിലൻസ് അറസ്റ്റ് നടപടികൾ ഇപ്പോൾ
വ്യവസ്ഥയായാലും സർക്കാർ സംവിധാനങ്ങളെയായാലും അത് ഒരു ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയം ഇപ്പോൾ ഈ സംഭവത്തിലൂടെ ഒന്നുകൂടി വ്യക്തമാവുന്നത്. ഉദ്യോഗത്തിലെ ക്രമക്കേടുകളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതെ ആവേണ്ടതുണ്ട്. പ്രതിവർഷം കോടാനിക്കോടി രൂപയാണ് അഴിമതിയിലൂടെ ജനാവിന് നഷ്ടം വരുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. അതുപോലെ തന്നെ വർഗീയതയും ഭീകരവാദവും അത് എങ്ങനെയാണ് സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തെ താറുമാറാക്കുന്നത്, അതുപോലെ തന്നെയാണ് അഴിമതി ഈ വിവിധ മനുഷ്യ വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത്. അഴിമതിയിലൂടെ ഈ സാമൂഹ്യമായിട്ടുള്ള സാമൂഹ്യമായി ഉന്നതിയിലുള്ള അല്ലെങ്കിൽ സ്വാധീനശേഷിയുള്ള വർഗം അഴിമതിയിലൂടെ നേട്ടങ്ങൾ കൊഴിയുമ്പോൾ അവസ്ഥയും അല്ലെങ്കിൽ ഈ അവസ്ഥ വിഭാഗം അവർക്ക് വേണ്ടത്ര പിന്നെ അവർക്ക് അശക്തരാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് അവസര നഷ്ടം ഉണ്ടാകുന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മനുഷ്യർക്കിടയിൽ ഈ സാമാന്യ മനുഷ്യർക്കിടയിൽ പൊതു സംവിധാനത്തിലും ഭരണ സംവിധാനത്തിലും നിയമ സംവിധാനത്തിലൊക്കെ അവിശ്വാസം വളരെ കൂടുതൽ വരാനുള്ള വിശ്വാസ്യത നഷ്ടം ഈ സംവിധാനങ്ങളോടൊക്കെ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അഴിമതിയാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ജനത്തിന്റെ ബോധവൽക്കരണ പരിപാടികളൊക്കെ ആയിട്ട് പൊതുസമൂഹ മേഖലയിൽ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. വലിയ ഒരു സുതാര്യവും ചലനാത്മകവുമായ ഒരു ഭരണം അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനം ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഈ സംവിധാനമായിട്ട് വിജിലൻസുമായിട്ട് സഹകരിക്കണം എന്നത് മാത്രമാണ് ഈ കൈകോർത്ത് മുന്നോട്ട് പോകണം എന്നത് മാത്രമാണ് പറയാനുള്ളത്. ഈ വിജിലൻസിന് വേണ്ടി രാജ്യം